നമസ്കാരം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുമായി എം.എൽ.എമാർ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്ന് റിപ്പോർട്ട്. പാർലമെന്ററി പാർട്ടി യോഗങ്ങൾ വിളിക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു തർക്കം. വി.ഡി. സതീശനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീരസം പുകയുന്നതിനിടയിലാണ് അദ്ദേഹത്തിനെതിരെ ചില എം.എൽ.എമാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എൻ.എസ്.എസും കോൺഗ്രസും തമ്മിലെ ഭിന്നത രൂക്ഷമാണ്. ഇതിനിടയിലാണ് പുതിയ വിവാദം. പതിവായി പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്നതിൽ നേതൃത്വം തികഞ്ഞ പരാജയമാണെന്ന് എം.എൽ.എമാർ വിമർശനമുന്നയിച്ചു. വി.ഡി. സതീശൻ പാർലമെന്ററി പാർട്ടി യോഗം വിളിക്കുന്ന രീതിയെയും എം.എൽ.എമാർ വിമർശന വിധേയമാക്കി. സതീശനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണെന്ന വാദം ഉയർത്തുന്നതാണ് ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത. പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയതിന് പിന്നാലെ തന്നെ എം.എൽ.എമാർ പ്രതിഷേധ സ്വരമുയർത്തി. ചെറുപ്രസംഗത്തിന് പിന്നാലെ കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ ബി.ജെ.പി നേതാവ് പ്രിന്റു മഹാദേവ് ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നടത്തിയ ഭീഷണി പരാമർശത്തിൽ പോലീസ് നിഷ്ക്രിയത്വത്തിനെതിരായ പ്രതിഷേധത്തിൽ തനിക്കും വി.ഡി. സതീശനും പങ്കെടുക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അദ്ദേഹം യോഗം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇത് ചില എം.എൽ.എമാരെ ചൊടിപ്പിച്ചു. യോഗം പെട്ടെന്ന് നിർത്തിവെക്കാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനത്തെ അവർ ചോദ്യം ചെയ്തു. സി.ആർ. മഹേഷ്, മാത്യു കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധമെന്ന് ചില എം.എൽ.എമാർ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയും നേതൃത്വത്തിന്റെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തും കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗത്തിൽ കൊടുങ്കാറ്റഴിച്ചുവിട്ട് എം.എൽ.എമാർ. യോഗം അപ്രതീക്ഷിതമായി അവസാനിപ്പിച്ചതിനെതിരെയായിരുന്നു എം.എൽ.എമാരുടെ പ്രതിഷേധം. വി.ഡി. സതീശന്റെ നിലപാട് അഹങ്കാരം നിറഞ്ഞതാണെന്നും എം.എൽ.എമാർ തുറന്നടിച്ചു. തിങ്കളാഴ്ച ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ 5 മിനിറ്റിനകം കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിച്ചതാണ് തർക്കങ്ങൾക്ക് തിരികൊളുത്തിയത്. രാഹുൽ ഗാന്ധിക്കെതിരായ ബി.ജെ.പി നേതാവിന്റെ ഭീഷണിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ തങ്ങൾക്കും സതീശനും പങ്കെടുക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സണ്ണി ജോസഫിന്റെ നീക്കം. എന്നാൽ യോഗം പെട്ടെന്ന് അവസാനിപ്പിച്ചതിനെതിരെ എം.എൽ.എമാർ ശക്തമായി ചോദ്യം ചെയ്തു. കരുനാഗപ്പള്ളി എം.എൽ.എ സി.ആർ. മഹേഷും മൂവാറ്റുപുഴ എം.എൽ.എ മാത്യു കുഴൽനാടനുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ 4.5 വർഷത്തിനിടെ 2-3 തവണ മാത്രമാണ് നിയമസഭാ കക്ഷിയോഗം ചേർന്നതെന്നും അതാവട്ടെ ഒരു ചർച്ചയും ഫലത്തിലെത്തിക്കാതെ അവസാനിപ്പിക്കുകയായിരുന്നുവെന്നും എം.എൽ.എമാർ ചൂണ്ടിക്കാണിച്ചു. 20 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമുള്ള സഭയിൽ പോലും യോഗങ്ങൾ കൃത്യമായി വിളിച്ചു ചേർക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടുവെന്നും അവർ തുറന്നടിച്ചു. ഈ വീഴ്ചകൾ യു.ഡി.എഫിന്റെ ഫ്ലോർ മാനേജ്മെന്റ് പലതവണ പരാജയപ്പെടുന്നതിന് കാരണമായെന്നും എം.എൽ.എമാർ കുറ്റപ്പെടുത്തി. യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ കടുത്തതോടെ മതി നിർത്ത്, ഇനിയും സംസാരിക്കരുതെന്ന് പറഞ്ഞ് സതീശൻ ഇടപെട്ടത് എം.എൽ.എമാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു. സതീശന്റെ ഈ നിലപാട് അഹങ്കാരമായി എം.എൽ.എമാർ വിശേഷിപ്പിക്കുകയും ചെയ്തു. നിയമസഭാ കക്ഷിയോഗങ്ങൾ വിളിച്ചു ചേർക്കാതെ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ എം.എൽ.എമാർക്ക് മറ്റെവിടെയാണ് വേദിയെന്ന് അവർ ചോദ്യമുയർത്തി. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിരുന്നിട്ടും സ്വന്തം പാർട്ടിക്കകത്തെ ചർച്ചകൾ പോലും ഫലപ്രദമായി നയിക്കുന്നതിൽ സതീശൻ പരാജയപ്പെട്ടുവെന്നാണ് ഈ സംഭവങ്ങൾ അടിവരയിടുന്നത്.